السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ മുന്നേറുവാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. സത്യദീനിൻ്റെ പാതയിൽ അടിയുറച്ച് മുന്നേറി അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് മഹാന്മാരുടെ കൂടെ സ്വർഗം പങ്കിടുന്ന നല്ലവരിൽ റബ്ബ് സുബ്ഹാനഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനവും മൂല്യവും കൽപ്പിക്കപ്പെടുന്നത് ആ സമൂഹത്തിലെ വിജ്ഞാന രംഗത്തുള്ള വളർച്ചയും വൈജ്ഞാനിക മേഖലയിലുള്ള ആ സമൂഹം അർപ്പിക്കുന്ന സംഭാവനകളെ പരിഗണിച്ചുകൊണ്ടുമാണ്. വിജ്ഞാനമാണ് ഔന്നത്യത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയുമൊക്കെ അടിസ്ഥാനം എന്നർത്ഥം. അതുകൊണ്ടാണ് ലോകത്തിന് മുഴുവൻ മാർഗദർശനമായിക്കൊണ്ട് അവതീർണമായ പരിശുദ്ധ ഖുർആൻ ഹിറാ ഗുഹയിൽ വെച്ചതിൻ്റെ അവതരണ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട അതിൻ്റെ ഒന്നാമത്തെ തീയതി തന്നെ ആവശ്യപ്പെട്ടത് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞുകൊണ്ട് വായനയുടെ, പഠനത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, വൈജ്ഞാനിക മേഖലയിലെ കുതിച്ചുചാട്ടത്തിൻ്റെ, മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശവുമായിക്കൊണ്ടാണ് അത്ഭുതങ്ങളിൽ അത്ഭുതമായ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണോദ്ഘാടനം തന്നെ നിർവഹിക്കപ്പെട്ടത്. നാം മനസ്സിലാക്കേണ്ടത് ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യരോടുമുള്ള ആഹ്വാനമായിരുന്നു. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി അവതീർണമായതല്ല. ഹുദൽ ലിന്നാസ് എന്നാണല്ലോ ഖുർആൻ ആർക്ക് വേണ്ടി അവതരിച്ചു എന്ന
ഏറ്റവും വലിയ സത്യം ഖുർആൻ പറയുന്നിടത്ത് പറഞ്ഞത് മാനവ സമൂഹത്തിന് വേണ്ടി എന്നാണ്. മനുഷ്യന് വളരണോ, മനുഷ്യന് നന്നാവണോ, നന്നായി വായിക്കണം, നന്നായി അറിവ് നേടണം, നല്ല രൂപത്തിൽ വിജ്ഞാനം നേടണം. അത് ഇസ്ലാം വളരെ കണിശമായി തന്നെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഈ ശക്തമായ സന്ദേശം നൽകിയതിൻ്റെ പിന്നിലായിക്കൊണ്ട് 1022 ചില്ലാനം വർഷങ്ങളിൽ പല ഘട്ടങ്ങളിലായി അവതീർണമായ പരിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളിലൂടെ ഏതൊക്കെ മേഖലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണം എന്ന് ഖുർആൻ ഉത്ബോധിപ്പിച്ചു. എന്തൊക്കെ പഠിക്കണം, എന്തിനെയൊക്കെ കുറിച്ച് പഠിക്കണം, എന്തൊക്കെ വായിക്കണം, എന്തൊക്കെ മനസ്സിലാക്കണം, ശക്തമായ നിർദ്ദേശങ്ങളായിരുന്നു ഖുർആൻ അടിക്കടി പുറത്തുവിട്ടത്. വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഖുർആൻ വർഷങ്ങളോളം പല ഘട്ടങ്ങളിൽ ഓരോ ആയത്തുകൾ അവതീർണമാകുമ്പോഴും ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു. അഫലാ തതഫക്കറൂ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അഫലാ തഅഖിലൂ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ എന്ന് ചിന്തയുടെ തട്ടി ഉണർത്തിക്കൊണ്ട് പല മേഖലകളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്തിനാ അങ്ങനെ ആവശ്യപ്പെട്ടത്? ഖുർആൻ 1ഉം 2ഉം ശാസ്ത്രമല്ല പഠിക്കാൻ പറഞ്ഞത്, ഖുർആൻ മുഴുവൻ പഠിക്കാൻ പറഞ്ഞു, എല്ലാം പഠിക്കാൻ പറഞ്ഞു. മനുഷ്യനോട് പറഞ്ഞു, നീ ജീവിക്കുന്ന ഭൂമിയെക്കുറിച്ച് നീ പഠിക്കണം, നിന്റെ ചുറ്റുഭാഗങ്ങളിൽ കാണുന്ന ജന്തുക്കളെ കുറിച്ച് നീ പഠിക്കണം, മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആകാശത്തെക്കുറിച്ച് നീ പഠിക്കണം, ചിന്തിക്കണം. നിന്റെ 4 ഭാഗത്തും തലയുയർത്തി നിൽക്കുന്ന അത്യുന്നതമായ പർവ്വത ശിഖരങ്ങൾ നീ കാണുമ്പോൾ വെറുതെ ആവരുത്, ചിന്തിക്കണം. നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ഗാശിയ, അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അവരവരുടെ പരിസരത്തത അറബികളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്കാണല്ലോ ആദ്യം ഖുർആൻ അവതീർണമായത്. അന്നവരിൽ മികച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജന്തുവാണ് അന്നവരിൽ മികച്ചു നിൽക്കുന്ന, അവർ മാംസത്തിനും വാഹനമായും ഉപയോഗപ്പെടുത്തുന്ന ഒട്ടകം. അത്ഭുത ജീവി. ഏറ്റവും വലിയ മരുഭൂമികളിൽ ശക്തമായ നിലക്ക് തീക്കാറ്റടിച്ചു വീശുമ്പോഴും മാസങ്ങളോളം വരിറ്റ് വെള്ളം പോലും കിട്ടിയില്ലെങ്കിലും ജീവിക്കാൻ കഴിയുന്ന മണൽക്കൂനകളിൽ അതിന്റെ കാൽപ്പാടുകൾ ആണ്ടുപോകാത്ത നിലക്ക് കാൽപാദങ്ങൾക്ക് പ്രത്യേകമായ സൃഷ്ടിപ്പ് പ്രദാനം ചെയ്തുകൊണ്ട് വളരെയേറെ ജലം തന്റെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് ജലത്തിന്റെ ഖജനാവുമായി കൊണ്ട് നടക്കാൻ കഴിയുന്ന ഏക ജീവി. ചിന്തിക്ക് മനുഷ്യ, ആരാണിവയെ സൃഷ്ടിച്ചത്? അഫലാ യൻളുറൂന ഇലൽ ഇബിൽ കൈഫ ഖുലിഖത്. എങ്ങനെയാണ് അതിന്റെ സൃഷ്ടിപ്പെന്നൊന്ന് പഠിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. അതുപോലെ തന്നെ നീ ചിന്തിക്ക്, നിന്റെ പരിസരം, നീ ജീവിക്കുന്ന ഭൂമി, ഇലൽ അർദി കൈഫ സുതിഹത്, ഭൂമി അതെങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വൈലസ്സമായി, ആകാശത്തിലേക്ക് നോക്ക്, കൈഫ റുഫിഅത്, അതെങ്ങനെയാ ഉയർത്തപ്പെട്ടിരിക്കുന്നത്? തൂണുകളുണ്ടോ? ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണാവുന്ന പില്ലറുകളും തൂണുകളുമില്ലാതെ വിശാലമായ പന്തൽ കണക്കെ, എവിടെയും മുട്ടാതെ എവിടെയും തകരാതെ ആകാശമത ഒരു അരിപ്പ കണക്കെ നിങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. സംവിധാനിച്ചവനെ കുറിച്ച് മനസ്സിലാക്കാൻ ചിന്തിക്ക്, ആരാണിവയുടെ പിന്നിൽ. വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് നോക്ക്, എന്തിനാണ് അവയെ നാട്ടപ്പെട്ടത്, എങ്ങനെയാണ് അവ നാട്ടപ്പെട്ടിരിക്കുന്നത്? ഭൂമി നിങ്ങളെയും കൊണ്ട് ചലിക്കാതിരിക്കാൻ വൽ ജിബാല ഔതാദാ, പർവ്വതങ്ങളെ അവൻ ആണികളാക്കി അടിച്ചിറക്കിയിരിക്കുകയാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബഇലൂടെ പ്രഖ്യാപിച്ചു. ഇങ്ങനെ മനുഷ്യനോട് വായിക്കണം, അറിവ് നേടണം, ചിന്തിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ നിന്റെ അറിവ് ഏതെങ്കിലും ഒരു മേഖലയിൽ പരിമിതപ്പെടുത്തണം എന്നല്ല പറഞ്ഞത്, വിശാലമായ അറിവ് നേടണം. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഖുലിൻളുറു മാദാ ഫിസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ, നബിയെ പറയൂ, ഉൻളുറു, നോക്കൂ, ചിന്തിക്കൂ ജനങ്ങളെ, മാദാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ എന്തൊക്കെയുണ്ട്. ഞാൻ ഈ പറഞ്ഞതല്ലാത്തതൊക്കെ പെട്ടു, എല്ലാം പെട്ടു, പറഞ്ഞതും അല്ലാത്തതും മുഴുവനും പെട്ടു. ആകാശഭൂമികളെ കുറിച്ച് മുഴുവനും ചിന്തിക്കാനാ പറഞ്ഞത്. അവയിലുള്ള വസ്തുക്കൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, സസ്യലതാദികൾ, ജന്തുക്കൾ, എന്തെല്ലാം ഈ ആകാശഭൂമികളിലുണ്ടോ എല്ലാത്തിനെ കുറിച്ചും ആലോചിക്കൂ, ചിന്തിക്കൂ. പരിശുദ്ധ ഖുർആൻ എന്തിനാ അത് ഓർമ്മപ്പെടുത്തിയത്? മനുഷ്യരൊക്കെ ബയോളജി പഠിക്കട്ടെ, ഭൂമിശാസ്ത്രം പഠിക്കട്ടെ, ജോഗ്രഫി പഠിക്കട്ടെ, ഭൂഗർഭ ജലശാസ്ത്രം പഠിക്കട്ടെ,
സമുദ്രശാസ്ത്രം പഠിക്കട്ടെ, വാനശാസ്ത്രം പഠിക്കട്ടെ, ഗോളശാസ്ത്രം പഠിക്കട്ടെ, അതുപോലെ തന്നെ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളിൽ ഒരുപാട് ആ നിലക്കുള്ള ആളുകൾ ഉണ്ടാവട്ടെ എന്ന നിലക്ക് മാത്രമാണോ? അല്ല. എന്തിനാണ് ഈ വിജ്ഞാന മേഖലകളൊക്കെ മനുഷ്യൻ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്? അള്ളാനെ അറിയാനാണ്. എന്തു പഠിച്ചാലും ഓരോ പഠിപ്പിന്റെയും മുകളിലെത്തുമ്പോൾ മനുഷ്യന് മനസ്സിലാകും സർവശക്തനായ അള്ളയാണ് ഇതിന്റെ പിന്നിൽ. വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെ കുറിച്ചും മനുഷ്യനങ്ങ് ചിന്തിച്ചാൽ അവന് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട്. അപ്പൊ സ്രഷ്ടാവിനെ കണ്ടെത്താനുള്ള വായന, അള്ളാന്റെ കഴിവുകൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള പഠനം, അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൂടുതൽ മനുഷ്യനെ ബോധ്യമാകുന്നു. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് പലപ്പോഴും. ഈ ലോകത്തുള്ള ഭൗതിക വിജ്ഞാന ശാഖകളൊന്നും മുസ്ലിമിന് പറ്റൂല. അതൊക്കെ ആ മുസ്ലിമീങ്ങളോ ദീനില്ലാത്തവരോ കൈകാര്യം ചെയ്യേണ്ടവരാണ്. മുസ്ലിമീങ്ങൾ അതൊന്നും പഠിക്കേണ്ടതല്ല. അത് വാസ്തവത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ്. ഇസ്ലാം മനുഷ്യനോട് എല്ലാ വിജ്ഞാനങ്ങളും നേടാൻ പറയുന്നു, എല്ലാ വിജ്ഞാനങ്ങളും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറയുന്നു. എന്തിനാണ്? അങ്ങനെ കൂടുതൽ മനുഷ്യൻ അറിവ് നേടിയാൽ പടച്ച റബ്ബിനെ അവൻ കൂടുതൽ ഭയപ്പെടുന്നു. അള്ളാനെ ഭയപ്പെടാൻ കൂടുതൽ അറിവുള്ളവർക്കേ കഴിയൂ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, അലം തറാ, നീ കാണുന്നില്ലേ, അന്നല്ലാഹ അൻസല മിനസ്സമായി മാആ, അതേ വാനലോകത്ത് നിന്ന് നമ്മിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്ന മഴയെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹ് പറയുകയാണ്. ജലത്തെ കുറിച്ച് പഠിക്കാൻ അല്ലാഹ് പറയുകയാണ്. മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി വരുന്ന മഴ. ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ, ഒരൊറ്റ മഴയാണല്ലോ, ഒരേ വെള്ളമാണല്ലോ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് നിങ്ങൾ നോക്കുന്നില്ലേ, ഒരേ വെള്ളം കൊണ്ട് നനയ്ക്കപ്പെട്ട കൃഷിയിടങ്ങളിൽ അതാ ആ ഒരൊറ്റ വെള്ളമാണ് കാണുമ്പോൾ ഒരേ വെള്ളമാണ്, ഒരേ നിറമാണ്, ഒരേ വെള്ളമാണ്. ആ വെള്ളം ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞ് ആ ഭൂമിയിൽ നിന്നതാ സസ്യലതാദികൾ പുറത്തു വരുമ്പോൾ മുഖ്തലിഫൻ അൽവാനുഹാ, പല കളറിലായിട്ടുള്ള പൂക്കളല്ലേ വരുന്നത്, പല കളറിലുള്ള ചെടികളല്ലേ പുറത്തേക്ക് വരുന്നത്, പല കളറിലുള്ള പുഷ്പങ്ങളും കായ്കനികളുമല്ലേ പുറത്തേക്ക് വരുന്നത്. ഒരൊറ്റ വെള്ളം കൊണ്ടാണ്, ഒരേ കളറുള്ള വെള്ളം കൊണ്ടാണ് നന കിട്ടിയത്. പക്ഷേ ഒരേ ഭൂമിയിൽ തന്നെ അവിടെവിടെയായി മുളച്ചു വന്നുമ്പോൾ ചിലതിന് ചുവന്ന കളറാണ്, ചിലതിന് പച്ച കളറാണ്, ചിലത് മഞ്ഞയാണ്, ചിലത് വയലറ്റ് കളറാണ്, ചിലത് വെളുത്ത കളറാണ്. അങ്ങനെ മുഖ്തലിഫൻ അൽവാനുഹാ, ഒരേ വെള്ളം കുടിച്ചിട്ട് എങ്ങനെ വ്യത്യസ്ത കളറിലെ സസ്യലതാദികളും ഉൽപ്പന്നങ്ങളും പുറത്തേക്ക് വന്നു. ഇത് വെറുതെ ഉണ്ടാവുമോ? ആരാതിന്റെ പിന്നിൽ? ചിന്തിക്കാൻ അല്ലാഹ് പറയുന്നു. ഇനിയും തീർന്നില്ല. വമിനൽ ജിബാലി ജുദദും ബീദും വഹുംറും മുഖ്തലിഫുൻ അൽവാനുഹാ വഗറാബീബു സൂദ്. അതേ പർവ്വതത്തെ കുറിച്ച് പഠിക്കാൻ അല്ലാഹ് പറഞ്ഞില്ലേ? പർവ്വതങ്ങളെ നീ കാണുന്നില്ലേ? നല്ല വെളുത്ത വെള്ളപ്പാറകളുണ്ട്. പാറകളിൽ തന്നെ എന്തെല്ലാം സൈസ് പാറകളാണ്. കരിങ്കല്ലിന്റെ പാറ കാണുന്നു, നല്ല വെളുത്ത മാർബിളിന്റെ പാറ കാണുന്നു, ഗ്രാനൈറ്റിന്റെ പാറകൾ കാണുന്നു, പല കളറിലുള്ള പാറകൾ കാണുന്നു. വെളുത്തതുണ്ട്. വഹുംറും മുഖ്തലിഫുൻ അൽവാനുഹാ, വ്യത്യസ്ത കളറിലുള്ള അതേ ചുവപ്പ് നിറത്തിലുള്ള പാറകൾ കാണുന്നില്ലേ? വഗറാബീബു സൂദ്, നല്ല കാക്കകളെ പോലെ നല്ല കറുപ്പുള്ള പാറകളെയും കരിമ്പാറകളെയും കാണുന്നില്ലേ? അപ്പൊ എന്താ വ്യത്യാസം? എവിടുന്നാ അതുണ്ടായത്? അതുകൊണ്ടും തീർന്നില്ല. വമിനന്നാസി, മനുഷ്യരിൽ നീ കാണുന്നില്ലേ? വദ്ദവാബി, ജന്തുക്കളിലും മൃഗങ്ങളിലും, അതേ വല്ലൻആമി, കാലികളിലുമൊക്കെ നീ കാണുന്നില്ലേ? മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്ത കളറിലുള്ള, ഇതേപോലെ തന്നെ വ്യത്യസ്ത കളറിൽ, ചിലര് കറുത്തവര്, ചിലര് വെളുത്തവര്, അങ്ങനെ വ്യത്യസ്തങ്ങളായ കളറിലുള്ള മനുഷ്യന്മാരും ജന്തുക്കളും ജീവജാലങ്ങളെയും നാക്കാലികളെയും ഒക്കെ നീ കാണുന്നില്ലേ? ഇങ്ങനെയൊക്കെ നീ അങ്ങ് ചിന്തിച്ചാൽ എന്താണ് ഗുണമെന്നോ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ആലിമീങ്ങൾ മാത്രമാകുന്നു. ഇത് പറഞ്ഞിട്ടാ അല്ലാഹ് ഇത് പറയുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, നമ്മളെല്ലാവരും പഠിക്കണം.
ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, അള്ളാനെ അവന്റെ അടിമകളിൽ നിന്ന് ഭയപ്പെടുന്നത് ആര് മാത്രമാണ്? ആലിമീങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇൽമു നേടിയാൽ, ശാസ്ത്രം പഠിച്ചാൽ, സയൻസ് പഠിച്ചാൽ നിരീശ്വരവാദിയായി പോകും എന്നാരും വിചാരിക്കേണ്ടതില്ല. സയൻസിന്റെ മേഖലകളിലേക്ക്, ഏത് അറിവിന്റെ ശാസ്ത്രലോകത്തേക്ക് മനുഷ്യൻ ഊളിയിട്ടിറങ്ങിയാലും അതിനെക്കുറിച്ചുള്ള ശരിയായ പഠനം എത്തി നിൽക്കുക അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിലേക്കാണ്. പടച്ച റബ്ബിനെ കൂടുതൽ മനസ്സിലാക്കാൻ കൂടുതൽ കൂടുതൽ നമുക്ക് കരുത്ത് കിട്ടുക, കൂടുതൽ അള്ളാന്റെ ഖുദ്റത്ത് നമുക്ക് ബോധ്യമാവുക, കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോഴാണ്. അതുകൊണ്ടല്ലേ മുസ്ലിം ലോകത്തുള്ള വിജ്ഞാന ശാസ്ത്രത്തിന്റെ മേഖലയിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ വാതിൽ തുറന്നപ്പോൾ, അത് പഠിക്കാനുള്ള ആഹ്വാനം വിശുദ്ധ ഖുർആൻ അങ്ങ് നടത്തിയപ്പോൾ മുസ്ലിം ലോകത്ത് വലിയ മുന്നേറ്റം തന്നെയാണ് പണ്ട് കാലത്തുണ്ടായത്. ഇന്ന് ശാസ്ത്രത്തിന്റെ മേഖലയിൽ ഞങ്ങളാണ് കുത്തക എന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ കടപ്പുറത്ത് നടന്നുകൊണ്ട് കക്ക പെറുക്കി നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ വലിയ വലിയ ശാസ്ത്രശാഖയുടെ നേതാക്കളും ജേതാക്കളുമായ ഒരു കാലഘട്ടം നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയി. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം ലോകത്ത് ഏറ്റവും വലിയ ഒരു മുന്നേറ്റം കഴിഞ്ഞ ഒരു ചരിത്രകാലം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാ? മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് യഥാർത്ഥമായ രൂപത്തിലുള്ള വൈജ്ഞാനിക മുന്നേറ്റത്തിലേക്ക് അങ്ങ് കടന്നു കയറി. അങ്ങനെ നിങ്ങൾ നോക്കൂ, ഹാറൂൺ റഷീദ് രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ബൈത്തുൽ ഹിക്മ എന്ന പേരിൽ ഒരു ഗ്രന്ഥാലയം തന്നെ അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? മറ്റു ശാസ്ത്രശാഖകളുടെയൊക്കെ അറിയപ്പെട്ട ഗ്രന്ഥങ്ങൾ മറ്റു പല ഭാഷകളിലും ഉണ്ടായിരുന്നു. അതൊക്കെ മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അറബി ഭാഷയിലേക്ക് ആ മുഴുവൻ ശാസ്ത്രശാഖകളും വിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെ ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന തർജമയുടെ ജോലി നിർവഹിക്കുന്ന ആളുകൾക്ക് കനത്ത സംഭാവനകൾ നൽകിക്കൊണ്ട് രാഷ്ട്രത്തിൽ വലിയ ഇൽമിന്റെ ശേഖരം അദ്ദേഹം ഉണ്ടാക്കി. കിതാബുകൾ എഴുതാൻ അറിയാവുന്ന പണ്ഡിതന്മാരെ കൊണ്ട് കൃത്യമായി അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിപ്പിച്ചു. അവർക്കും വലിയ രൂപത്തിൽ വാരിക്കോരി സംഭാവനകൾ കൊടുത്തു. അങ്ങനെ അതാ ലോകത്ത്, മുസ്ലിം ലോകത്ത് ആദ്യമായി കൊണ്ട് ഒരാസ്പത്രി സ്ഥാപിതമായത്. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അന്നത്തെ തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്ന ബഗ്ദാദിലാണ് ദാറുഷിഫ എന്ന പേരിൽ ആദ്യമായി കൊണ്ടൊരു ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. മുസ്ലിമീങ്ങൾ ഡോക്ടർമാർ, മുസ്ലിമീങ്ങൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും, മരുന്നും മെഡിസിനും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്ത് കനത്ത മുന്നേറ്റം നടത്തിക്കൊണ്ട് ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ മഅ്മൂൻ ഭരിക്കുന്ന കാലത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ ശാസ്ത്ര ശേഖരങ്ങളിൽ ഉണ്ടായി. എല്ലാ രംഗത്തും മുസ്ലിമീങ്ങൾ മുന്നേറി. ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു? എല്ലാ രംഗത്തും മുസ്ലിമീങ്ങൾ മുന്നേറിയപ്പോഴൊക്കെ അറിവിന്റെ വാതായനങ്ങൾ ഓരോന്നോരോന്നായി ഒരാളുടെ മുമ്പിൽ തുറക്കുമ്പോൾ അവൻ കൂടുതൽ വിനീതനാകും. ഇന്ന് അങ്ങനെയല്ല കാണുന്നത്. ഇന്ന് ഒരാൾ ഡോക്ടറായോ, നാം വലിയ നിരീശ്വരവാദിയാ, അവൻ വലിയ അള്ളാനെ പരിഹസിക്കുന്നവനാ, അല്ലെങ്കിൽ അവൻ ഇസ്ലാമികമായ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവനാ. ഒരാൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ഉന്നതമായ ഒരു ഉദ്യോഗസ്ഥർ ഒരു പദവിയിലേക്ക് ഒരാളെത്തിയോ, എന്നാൽ അവൻ ഇസ്ലാമിനെ കൊച്ചാക്കുന്ന, പരിഹസിക്കുന്ന, മുസ്ലിമീങ്ങളുടേതായ വേദികളിലോ സദസ്സുകളിലോ ഒന്നും ഞാൻ പോകാൻ മാത്രമല്ല, ഞാൻ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് എന്ന് വിചാരിക്കുന്ന വിഡ്ഢികളില്ലേ ലോകത്ത്? അതേ അവസരത്തിൽ പടച്ച റബ്ബ് പറയുന്നത് എന്താ? അള്ളാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഉതകുകയാണ് എല്ലാ വിജ്ഞാനങ്ങളും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, പടച്ച റബ്ബ് പറയുന്നത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുന്നതിൽ, അതുപോലെ തന്നെ രാവും പകലുമൊക്കെ മാറി മാറി വരുന്ന പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ പാഠമുണ്ട്. അങ്ങനെ അവർ ആകാശഭൂമികളെക്കുറിച്ചും വാനശാസ്ത്രത്തെക്കുറിച്ചും ഗോളശാസ്ത്രത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും രാപ്പകലുകളുടെ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുമ്പോൾ, പർവ്വതങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും കടലിനെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും അങ്ങനെ ആകാശഭൂമികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നും, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, അവനെ ഞാൻ നിരന്തരമായി ഓർക്കണം. ഉടനെ അവനിൽ വരുന്ന മാറ്റമാ ഖുർആൻ പറയുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, സൂറത്ത് ആലി ഇമ്രാന്റെ അവസാന ഭാഗത്ത് വന്ന വചനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തഹജ്ജുദിന് എഴുന്നേറ്റായി ആയത്തുകൾ ഓതാതെ നിസ്കരിക്കാറില്ല.
അവിടുന്ന് ഇതാദ്യം കണ്ണിന്നൊക്കെ ഉറക്കം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തുടച്ചു നീക്കി ആയത്തോതും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ച ആളുകളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ വഅലാ ജുനൂബിഹിം. അവർ പിന്നെ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമൊക്കെ അല്ലാഹനെ നിഷേധിക്കുമെന്നല്ല. പഠിച്ചവര്, ശാസ്ത്രം പഠിച്ചവര്, ശരിക്ക് മനസ്സിലാക്കിയവര് അല്ലാഹനെ നിഷേധിക്കൂല. അവർ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും അവർ അല്ലാഹനെ ഓർക്കുന്നു. അള്ളയാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിൽ. അല്ലാഹ് നിന്റെ കുദറത്ത് എത്രയാ നിന്റെ കഴിവ്, എത്രയാണ് നിന്റെ അപാരമായ അറിവ്, എത്രയാണ് നിന്റെ അപാരമായ ഹിക്മത്ത് എന്നിങ്ങനെ അവൻ ഓർക്കും. അതുകൊണ്ടും തീർന്നില്ല, അവന്റെ ചിന്ത പിന്നെയും ഇങ്ങനെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവൻ ചിന്തിച്ച് ചിന്തിച്ച് കൂടുതൽ ഇൽമ അവന് വരുമ്പോൾ അവനതാ കൈമലർത്തുകയായി. അവൻ ഉടനെ ദുആ തുടങ്ങുകയാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല എന്ന് എനിക്ക് മനസ്സിലായി. കണ്ടോ, പരലോക നിഷേധിയാവില്ല, പരലോകത്തിൽ കൂടുതൽ വിശ്വാസമുള്ളവനാകുകയാണ് ശാസ്ത്രം പഠിച്ചാൽ. കൂടുതൽ അറിവ് നേടും തോറും അള്ളാഹിനെ കുറിച്ച് കൂടുതൽ വിശ്വസിക്കുകയും പരലോക ബോധം കൂടുകയുമാണ്. റബ്ബന തുടങ്ങി ഈ ആയത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, 5 റബ്ബന വരുന്നുണ്ട്. 5 റബ്ബന എന്നിങ്ങനെ വിളിച്ച് തേട്ടം അള്ളാഹിനെ മാത്രം പ്രാർത്ഥിക്കുകയാണ്. റബ്ബന, നീ ഇത് വെറുതെ പടച്ചതല്ല. പടച്ച റബ്ബേ, നീ ഇതൊന്നും വെറുതെ പടച്ചതല്ലല്ലോ. ഞങ്ങൾ ഇതിനൊക്കെ ശുക്ർ ചെയ്യണ്ടേ? ശുക്ർ ചെയ്തില്ലെങ്കിൽ പരലോകത്തെത്തിയാൽ നരകമല്ലേ? സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ. ഈ അറിവൊക്കെ നേടിയ ആള് പറയുന്നതാ. പിന്നെയും അയാളുടെ റബ്ബനെ എന്താ? അതും കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. റബ്ബേ, നീ ആരെയെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നീ അവനെ നിന്ദിച്ചല്ലോ. അക്രമികൾക്ക് പിന്നെ ഒരു സഹായിയും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നീ എന്നെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ, ഞങ്ങളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ എന്നവർ പറയും. തീർന്നില്ല, അവര് പിന്നെയും വിനയത്തോടെ അല്ലാഹുവോട് പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ. അല്ലാഹുവേ, നിന്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് യഥാർത്ഥ വിശ്വാസികളാകണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അത് ഞങ്ങൾ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ. പിന്നെയും വിളിക്കുകയാണ്. അതിനാൽ റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരണമേ. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ തിന്മകളെയൊക്കെ ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു മൂടി വെച്ച് കളയണേ. അതുപോലെ തന്നെ വതവഫനാ, നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ് മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂട്ടത്തിലായിക്കൊണ്ട് നീ ഞങ്ങളെ മരിപ്പിക്കണേ. പിന്നെയും വിളിക്കുകയാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വാതിനാ, നീ ഞങ്ങൾക്ക് നൽകിയാലും മാ വഅതനാ അലാ റുസുലിക, നിന്റെ പ്രവാചകന്മാര് മുഖേന നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ. വലാ തുഖ്സിനാ, നീ ഞങ്ങളെ അപമാനിക്കല്ലേ. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നീ ഞങ്ങളെ നിന്ദിക്കുകയോ അപമാനിക്കുകയോ ചെയ്യല്ല റബ്ബേ. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, ഒരു കരാർ എടുത്താൽ ആ കരാർ പാലിക്കാത്ത സ്വഭാവം നിനക്കില്ലല്ലോ. സർവ്വ കരാറുകളെയും പാലിക്കുന്ന, കരാറുകൾ ലംഘിക്കാത്തവനാണല്ലോ റബ്ബേ നീ. നിന്നോട് ഞാൻ യാചിക്കുന്നു, താണുകയാണ്, അപേക്ഷിക്കുന്നു. ആരാ ഇത് പറയുന്നത് നോക്കണം. ആരാ ഇത് പറയുന്നത്? ഒരറിവില്ലാത്ത വിദ്യല്ല, ആകാശഭൂമികളെ കുറിച്ച് ശരിക്ക് പഠിച്ചവൻ, അതിലടങ്ങിയ വിജ്ഞാനങ്ങളൊക്കെ നുകർന്നവൻ, രാപ്പകലുകളുടെ വ്യത്യാസങ്ങളും വൈജാത്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തി, നന്നായി അറിവ് നേടിയപ്പോ അയാളുടെ മനസ്സിൽ നിന്ന് 5 തവണ റബ്ബന 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 എന്ന് വന്നു. എന്തേ? കൂടുതൽ വിനീതനായി. അറിവ് നേടുന്തോ മനുഷ്യൻ വിനീതനാകും.
കൂടുതൽ അറിവുകൾ നേടുന്തോറും മനുഷ്യൻ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് എല്ലാവർക്കും കിബിറ. ഒരല്പം മതപഠനമല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പഠനം ഒരാൾ നേടിയാ പിന്നെ അവൻ മനസ്സിലാക്കണത്, ഞാൻ പിന്നെ മത സ്റ്റേജുകളിലോ മതപരിപാടികളിലൊന്നും പങ്കെടുക്കാൻ മാത്രമല്ല, ഞാൻ ശാസ്ത്രജ്ഞനാണ്, ഞാൻ വലിയ സയന്റിഫിക് ആണ്, വലിയ വിജ്ഞാനം നേടിയ ആളാണ്, ഞാനൊക്കെ ഉന്നതന്മാരായ ഒരു വൈറ്റ് കോളർ ഡിഗ്രിയിലുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളൊന്നും ഈ സാധാരണ ആൾക്കാരുടെ കൂട്ടത്തിലൊന്നും വന്നിരുന്നു ഖുർആൻ ഒരു ദിവസം പഠിക്കാൻ പറ്റുവരല്ല എന്നൊരു ധാരണ ചില ആളുകൾക്കൊക്കെ തോന്നാറുണ്ട്. വിഡ്ഢികളാണവർ ഇസ്ലാം പറയുന്നത്. മറിച്ച് അള്ളാനെ ശരിക്ക് മനസ്സിലാക്കി അല്ലാഹു റബ്ബുൽ ആലമീനിനെ കുറിച്ച് അടിയുറച്ച് വിശ്വസിക്കാൻ ഉതകുന്ന നിലക്ക് ഏത് വൈജ്ഞാനിക മേഖലയാവട്ടെ, മെഡിസിൻ ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, വാനശാസ്ത്രമാവട്ടെ, ഗോളശാസ്ത്രമാകട്ടെ, സസ്യ സമുദ്ര ശാസ്ത്രങ്ങളാവട്ടെ, ഭൂഗർഭ ജലശാസ്ത്രമാകട്ടെ, ഭൂമിശാസ്ത്രമാകട്ടെ, ഏതുമാകട്ടെ, എല്ലാ രംഗത്തും കനത്ത സംഭാവനകൾ മുസ്ലിം ലോകത്ത് അർപ്പിച്ച മുസ്ലിം പോരാളികൾ, മുന്നേറ്റക്കാർ, ജേതാക്കൾ, നേതാക്കൾ, കടന്നുപോയവർ, തലമുറയുടെ പിൻതലമുറക്കാരാണ് നമ്മളെന്ന് നമ്മൾ ഓർക്കണം. അവർക്കാർക്കും വിനയം നഷ്ടപ്പെട്ടിട്ടില്ല. അവരാരും അതൊക്കെ പഠിച്ചിട്ട് നിഷേധികളായിട്ടില്ല. പഠിച്ചാൽ കൂടുതൽ ഉന്നതമായ മുത്തഖിയായി മാറും. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ, നിശ്ചയം അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന്, അൽ ഉലമാ, പണ്ഡിതന്മാര് മാത്രമാകുന്നു. അപ്പൊ അറിവ് നേടുന്തോറും വിനീതരാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥത്തിലുള്ള അറിവുകൾ എല്ലാ രംഗത്തും എവിടെയൊക്കെ എത്തിപ്പിടിക്കാമോ അവിടെയൊക്കെ നേടിക്കൊണ്ട് പടച്ച റബ്ബിനെ കൂടുതൽ മനസ്സിലാക്കി അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന കേട്ടോ, അറിവുകൾ നേടിയപ്പോ റബ്ബനാ റബ്ബനാ എന്നേ ചുണ്ടുകളിൽ നിന്ന് വരുന്നുള്ളൂ. കാരണം അവൻ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിൽ വിളിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ അർഹൻ ഒരേ ഒരു നാഥനേയുള്ളൂ. വേറൊരാളോട് ദ്വാരക്കാൻ പാടില്ല, ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരാളുടെയും മുന്നിൽ തലകുനിക്കാൻ പാടില്ല, ആരുടെയും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, ആർക്കും വേണ്ടി നേർച്ചയാക്കാൻ പറ്റില്ല, ആർക്കും വേണ്ടി ബലിയർപ്പിക്കാൻ പറ്റില്ല. ഈ ബ്രഹ്മാണ്ഡ കടാഹങ്ങളെ മുഴുവൻ പടച്ച് സംരക്ഷിച്ചു പരിപാലിക്കുന്നവൻ ഒരൊറ്റ ശക്തിയേ ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ മാത്രമേ ഞാൻ ഇബാദത്തുകൾ സമർപ്പിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് അത്തരം പണ്ഡിതന്മാർ ുണ്ടാകും. അത്തരത്തിലുള്ള അറിവുകൾ നേടുന്ന മുവഹിദീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുതഫക്കിരീങ്ങളിൽ, ചിന്താലുക്കളിൽ റബ്ബ് സുബ്ഹാനഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മെ ഏവരെയും അവന്റെ ഉന്നതമായ സ്വർഗ്ഗത്തിലെത്തുവാനുള്ള അർഹരാക്കി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ സൂക്ഷ്മതയുള്ള ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇൽമിൻ്റെ പ്രാധാന്യമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണർത്തുന്നത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നു. യർഫഇല്ലാഹു, അല്ലാഹു ഉയർത്തുന്നു, അല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ, മിൻകും, നിങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികളെ അല്ലാഹു ഉയർത്തുന്നു, വല്ലദീന ഊതുൽ ഇൽമ, അറിവുള്ളവരെയും ഈമാനുള്ളവരെയും ആ ഈമാൻ അവർക്ക് കിട്ടാൻ കാരണമായ യഥാർത്ഥത്തിലുള്ള അറിവുകൾ ഏതൊക്കെയോ ആ അറിവുകൾ എത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ള ഇൽമുള്ളവരെയും അല്ലാഹു ഉയർത്തുന്നു. ദറജാത്ത്, അത്യുന്നതമായ പദവികളിലേക്ക് അല്ലാഹു ഉയർത്തുന്നു. വലിയ സ്ഥാനമാണ് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. അല്ലാഹുവിനെ അറിയാനുള്ള ഏത് രംഗത്തുമുള്ള അറിവ് നേടൽ വലിയ രൂപത്തിലുള്ള പുണ്യമായിട്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പരിചയപ്പെടുത്തുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴികൾ അത് എളുപ്പമാക്കുന്നു. മൻ സലക ത്വരീഖൻ, ഒരു മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നത് പടച്ചവന്റെ പൊരുത്തമാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. ദീനിനെ എതിർക്കണമെന്നല്ല, ദീനിനെ കുറിച്ച് കൂടുതൽ അറിയണം, മനസ്സിലാക്കണം, അള്ളാഹിനെ അറിയണം, അവന്റെ കഴിവുകൾ അറിയണം. ആ ഉദ്ദേശാർത്ഥം ഒരു ഇൽമൊരുത്തൻ നേടിക്കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ളവന്റെ വഴി അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ആ രംഗത്ത് ഏറ്റവും വലിയ ഭാഗധേയം അതിൽ ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട്, ഓരോരുത്തരും അറിവ് നേടേണ്ടതുണ്ട്. ഉള്ള അറിവ് ഉപകാരപ്രദമാകാൻ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച ഒരു വിഷയമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ ശരണം തേടുന്നു.
അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപകാരമില്ലാത്ത അറിവ് എനിക്ക് തരരുതേ. നബിതങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരറിവ് ഉണ്ടായിട്ടല്ലത്, മറിച്ച് സമൂഹത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരു നേതാവ് ഏറ്റവും വലിയൊരു പ്രാർത്ഥന അതിലൂടെ പകർന്നു തരികയാണ്. ഉപകാരമില്ലാത്ത അറിവ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഉപകാരപ്രദമായ അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊരറിവ് ഉപകരിക്കപ്പോഴാ ഞാനത് പ്രയോജനപ്പെടുത്തുമ്പോൾ. ഞാനൊരു ഇരുട്ടത്തുകൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്, എൻ്റെ കയ്യിൽ നല്ല പ്രകാശം വരുത്തുന്ന ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ട്. നല്ല ഇരുട്ടിലൂടെ ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. എനിക്കറിയാം എങ്ങനെയാണ് ആ ലൈറ്റ് തെളിക്കേണ്ടത്, എങ്ങനെയാണ് വെളിച്ചം കാണിക്കേണ്ടത്. പക്ഷേ ഇരുട്ടത്തുകൂടെ ഞാനിങ്ങനെ പോയിട്ട് ഞാനിങ്ങനെ കാലിന്മേൽ കുപ്പിച്ചില്ല് കുത്തുന്നു, മുള്ളു കുത്തുന്നു, തട്ടിത്തടയുന്നു, വീഴാൻ പോകുന്നു. കയ്യിലുള്ള ഈ സാധനം പ്രയോഗിക്കാൻ അറിഞ്ഞിട്ട് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എനിക്കതുകൊണ്ട് വല്ല മൻഫഅത്തുണ്ടോ? എനിക്കതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എൻ്റെ ആ സാധനം കയ്യിലുണ്ടായിട്ട് എനിക്ക് വല്ല ഉപകാരം കിട്ടിയോ? ഇതുപോലെയാണോ ഇന്ന് നമ്മിൽ പലരുടെയും അറിവ് എന്ന് ചിന്തിക്കണം. എല്ലാ തോന്നിവാസങ്ങളുടെയും ഇടയിൽ ജീവിക്കുകയാണ്. നേരേത് നെറികേടേത്, സത്യമേത് അസത്യമേത്, നീതിയേത് അനീതിയേത്, ധർമ്മമേത് അധർമ്മമേത്, വിശ്വാസമേത് അവിശ്വാസമേത്, ബിദ്അത്തേത് സുന്നത്തേത്, ശിർക്കേത് തൗഹീദേത് കൃത്യമായി പഠിപ്പിക്കപ്പെടാൻ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഈ ലോകത്ത് സംവിധാനങ്ങൾ ഒട്ടേറെ ഇവിടെ ബാക്കിയാക്കിപ്പോയി. പക്ഷേ അതൊക്കെ അറിഞ്ഞിട്ടും അറിയായ്മ നടിക്കുന്നു. തൻ്റെ കയ്യിലുള്ള താൻ മനസ്സിലാക്കിയ ഇൽമനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവന് ഇൽമൊരു ഭാരമാണ്. ആ ഇൽമ അവനൊരു ഭാരമാണ്. തൻ്റെ ഇൽമനുസരിച്ച് താൻ പണിയെടുക്കുന്നില്ലെങ്കിൽ, തൻ്റെ അറിവനുസരിച്ച് ഒരാൾ അമൽ ചെയ്യുന്നില്ലെങ്കിൽ ആ ഇൽമ അവന് ഭാരമാണ് നാളെ പരലോകത്ത്. ഒരു കാര്യമില്ല. അതുകൊണ്ട് ഏത് ഇൽമും അറിഞ്ഞാൽ അത് ഉപകാരപ്പെടലപ്പോഴാ, അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുക. 5 നേരം ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധാണ് അറിഞ്ഞാൽ അത് ഉപകാരപ്പെടലപ്പോഴാ. 5 നേരം ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ. കളവ് പറയരുത് എന്നറിഞ്ഞാൽ ആ ഇൽമ ഉപകാരപ്പെടലപ്പോഴാ. കളവ് പറയാതിരിക്കുമ്പോൾ. പലിശ വാങ്ങരുത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ അറിവ് ഉപകാരപ്പെടലപ്പോഴാണ്. പലിശ വരാതെ സൂക്ഷിക്കുമ്പോൾ. ഹറാം കാണരുത് കേൾക്കരുതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടലപ്പോഴാ. പിന്നീട് ഈ കണ്ണുകൊണ്ട് ഹറാം കാണരുത് കേൾക്കരുത്. അങ്ങനെ ഓരോ അറിവും നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല സഹോദരന്മാരെ. അതുകൊണ്ട് കൂടുതൽ അറിവുകൾ നമ്മൾ വികസിപ്പിച്ചെടുക്കുക, വളരുക, ധാരാളമായി വായിക്കുക. സഹോദരങ്ങളെ, നമുക്കറിയാം വായനയുടെ പ്രത്യേകത. നമ്മുടെ ബുക്ക് ഷോപ്പിൽ, നമ്മുടെ ബുക്ക് ഫെയറിൽ, നമ്മുടെ മഅറദിൽ, എക്സിബിഷനിൽ വളരെ വ്യക്തമായ ഇസ്ലാമികമായ ഗ്രന്ഥങ്ങൾ നമ്മുടെ സ്റ്റാളുണ്ട്. നിങ്ങളെല്ലാവരും പുസ്തകങ്ങൾ വാങ്ങണം, വായിക്കണം. വെറുതെ കൊണ്ടുപോയി വെക്കാനുള്ളതല്ല. നന്നായി വായിച്ച് അല്ലാഹുവിനെ അറിയാനും ഇസ്ലാമിനെ അറിയാനും ഏത് രംഗത്തുമുള്ള നമ്മുടെ വൈജ്ഞാനികമായ മുന്നേറ്റത്തെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് കൂടുതൽ വിനീതരാകുവാൻ നാം ഉണരണം. സർവശക്തനായ നാഥൻ നമുക്ക് ഇൽമു പകർന്നുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സർവശക്തൻ നമുക്ക് തുണയാകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്. സർവശക്തനായ നാഥൻ, ഷാഫിയായ നാഥൻ അല്ലാഹുവേ, നീ അവർക്കെല്ലാം സുഖം നൽകി ശിഫ നൽകിക്കൊണ്ട് പൂർണ്ണാരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹുവേ, നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കണമേ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് ഈമാനോടുകൂടെയുള്ള അന്ത്യം നീ പ്രദാനം ചെയ്യണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.